ഓപ്പൺ സ്കൂളിന്റെ മറ്റൊരു ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ ഒരു ലെസണിൽ നമ്മൾ പ്രത്യേകം ചർച്ച ചെയ്യുന്നത് സോഷ്യോളജി, HSST സോഷ്യോളജിക്ക് വേണ്ടി 19/6/2023 കേരള PSC നടത്തിയ പരീക്ഷയുടെ ചോദ്യങ്ങൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ 25 ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു ലെസണിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. സോ ലെറ്റ്സ് മൂവ് ഓൺ ഡയറക്ട്ലി ടു ദ ക്വസ്റ്റ്യൻസ്. ഇതായിരുന്നു ആ ഒരു ചോദ്യ പേപ്പറിലെ ആദ്യത്തെ ചോദ്യം. ഇതായിരുന്നു, സിംബോളിക് ഇന്ററാക്ഷനിസം വാസ് ഫൗണ്ടഡ് ബൈ. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ആൽഫ്രഡ് ഷുഡ്സ്, മാക്സ് വെബർ, ഡർകെയിം ആണോ അതോ GH മീഡ് ആണോ? 4 ഓപ്ഷൻസ് നമുക്ക് ഇവിടെയാണ്. അപ്പൊ എന്താണ് ഈ സിംബോളിക് ഇന്ററാക്ഷനിസം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതില് ആദ്യം എന്താണ് ഈ സിംബൽസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. സിംബൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഓബ്ജക്റ്റുകളാകാം, അല്ലെങ്കിൽ ജെസ്റ്റേഴ്സ് ആകാം. ജെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആംഗ്യങ്ങൾ കാണിക്കുന്നതാകാം, ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും സൗണ്ടുകളാകാം, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയാകാം, ആക്ഷൻസ് ആകാം. അപ്പോ ഈ ഓബ്ജക്റ്റിനോ ജെസ്റ്റേഴ്സിനോ സൗണ്ടിനോ ആക്ഷൻസിനോ ഒരു മീനിങ് ഉണ്ടാകും. അപ്പൊ അങ്ങനെ നമ്മൾ കാണിക്കുമ്പോഴത്തേക്ക് അതിന് പ്രത്യേക തരത്തിൽ ഒരു അർത്ഥം അതിനുണ്ടാകും. അത് ആ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് തിരിച്ചറിയത്തക്ക രീതിയിലുള്ള ഒരു അർത്ഥം. അതാണ് ഈ സിംബൽസ് എന്ന് ശരിക്കും പറയുന്നത്. അപ്പോ ഈ സിംബൽ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും അതിന്റെ ആ ഒരു ലിറ്ററൽ സെൻസിലല്ല അത് ഉപയോഗിക്കുന്നത്. പലപ്പോഴും അത് അവരുടെ കൾച്ചറുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഗതിയായിട്ട് മാറും. അപ്പൊ ഇത് മനുഷ്യൻ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് അവരുടെ ചുറ്റുപാടുമുള്ള ആ ഒരു ലോകത്തെ വീക്ഷിക്കുന്നത് എന്നുള്ളതിലേക്ക് ഒത്തിരിയധികം സ്വാധീനം ചെലുത്തുന്നതാണ് ഈ സിംബൽസ് എന്ന് പറയുന്നത്. അപ്പൊ പല കാറ്റഗറിയിൽ ഈ സിംബൽസ് വരാം. ഫിസിക്കൽ ഓബ്ജക്റ്റുകളായിട്ട് വരാം, ഞാൻ ഈ പറഞ്ഞതുപോലെ ജെസ്റ്റേഴ്സ് ആയിട്ട് വരാം, കളറും ഇവിടെ സിംബൽസ് ആയിട്ട് വരാം. പലപ്പോഴും വെള്ള അല്ലെങ്കിൽ വൈറ്റ് കളർ എന്ന് പറയുമ്പോഴത്തേക്ക് പീസ് അല്ലെങ്കിൽ പ്യോറിറ്റിയെ കാണിക്കുന്ന, അല്ലെ? റെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നുകിൽ ഡേഞ്ചർ ആയിരിക്കും കാണിക്കുന്നത്, അല്ലെങ്കിൽ പാഷൻ ആയിരിക്കും കാണിക്കുന്നത്. ഇനി അതും അല്ലെങ്കിൽ പ്രോസ്പെറിറ്റി, ജീവിതത്തിൽ ഉയർച്ച വരുന്നത്. അപ്പൊ അത് ആ ഒരു സാഹചര്യം അനുസരിച്ച് അത് ഒരുപക്ഷെ മാറി മാറി വരാം, അല്ലെ? ബ്ലാക്ക് കളർ കോമൺലി എന്താ പറയേണ്ടത്, ആ ഒരു ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ സിംബലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ലാംഗ്വേജിലും വാക്കുകളിലും ഈ ഒത്തിരി അധികം സിംബൽസ് അവിടെ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാം, അല്ലെ? അപ്പോ ഒരു എക്സാമ്പിൾ ഇതിന്റെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വിവാഹ മോതിരം ധരിക്കുന്നുണ്ട്, അല്ലെ? അപ്പോ ആ ഒരു ധരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് അതിന്റെ പിന്നിൽ ഒരു അർത്ഥമുണ്ട്. എന്നാൽ പുറമേ നിന്നൊരാൾ നോക്കുമ്പോഴത്തേക്ക് അത് ഒരു കഷ്ണം മെറ്റൽ, അത് സ്വർണ്ണമാകാം വെള്ളിയാകാം എന്തോ ആയിക്കോട്ടെ, ഒരു കഷ്ണം ഒരു മെറ്റൽ എന്നുള്ളതാണ്. പക്ഷെ അത് ധരിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ കൾച്ചറൽ ആ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ അതിന് ഒരു പ്രത്യേക അർത്ഥം അതിനവിടെ ഉണ്ട്, അല്ലെ? അപ്പൊ ഇതാണ് ഈ സിംബൽസ് എന്ന് പറയുന്നത്. അപ്പോ ഈ നമ്മൾ ഇനിയിപ്പം നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സിംബോളിക് ഇന്ററാക്ഷനിസം എന്താണ് എന്നുള്ളതാണ്. സോഷ്യോളജിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു പേഴ്സ്പെക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടാണ്, അല്ലെ? അപ്പൊ ഈ ഒരു പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ആൾക്കാര് ഓരോ സംഗതികളെ അതിനെ വിലയിരുത്തി അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് അതിന്റെ ആ ഒരു അർത്ഥത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പൊ ഈ സിംബൽസ് അല്ലെങ്കിൽ ഈ സോഷ്യൽ സിംബൽസ് ഇന്ററാക്ഷനിലൂടെ ഒരു അർത്ഥത്തിലേക്ക്, അതായത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയുടെ ഇന്ററാക്ഷനിലൂടെ അതിന്റെ ഒരു അർത്ഥത്തിലേക്ക് എങ്ങനെ എത്തുന്നു എന്നുള്ളതാണ്. അപ്പോ ജോർജ് ഹെർബർട്ട് മീഡ് നമ്മുടെ ഓപ്ഷൻ ബിയിൽ കാണുന്നത്. ജോർജ് ഹെർബർട്ട് മീഡ് ആണ് എന്താ പറയേണ്ടത്, ഏറ്റവും അധികം ഈ ഒരു സിംബോളിക് ഇന്ററാക്ഷന്റെ ഫാദർ അല്ലെങ്കിൽ ഫൗണ്ടർ എന്ന നിലയിൽ കരുതപ്പെടുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം തന്നെയാണ് ഇതിന്റെ ഫൗണ്ടർ എന്നുള്ളത്. അത് ബിക്കോസ് ഓഫ് ഹിസ് വർക്ക് ഔട്ട്ലൈൻ ഹൗ സെൽഫ് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ഹൗ സെൽഫ്, ആ ഒരു സെൽഫ് എന്നുള്ളത് എങ്ങനെയാണ് ആ ഒരു സോഷ്യൽ ഇന്ററാക്ഷനിലൂടെ ഡെവലപ്പ് ആകുന്നത്, അത് ഷെയർഡ് ആയിട്ടുള്ള സിംബൽസും കൂടെ ഉപയോഗിച്ച് എങ്ങനെ ഡെവലപ്പ് ആകുന്നു എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ട്. സോ ജോർജ് അല്ലെങ്കിൽ GH മീഡ് അല്ലെങ്കിൽ ജോർജ് ഹെർബർട്ട് മീഡ് എന്നാണ് ആ ഒരു ഫുൾ നെയിം. അദ്ദേഹമാണ് ഈ സിംബോളിക് ഇന്ററാക്ഷന്റെ ഫൗണ്ടർ എന്ന് നമ്മൾ ഓർത്തുകൊള്ളുക. ഇനി ഇവിടെ നമുക്ക് മറ്റു ഓപ്ഷൻസ് ഉണ്ട്, അല്ലെ? ഓപ്ഷൻ എയില് ആൽഫ്രഡ് ഷുഡ്സ്. അപ്പം ആൽഫ്രഡ് ഷുഡ്സിന്റെ പ്രത്യേകത എന്താണ്? അത് ഇവിടെ ഇൻകറക്റ്റ് ആണ്. അദ്ദേഹം ഒരു ഫിനോമിനോളജിസ്റ്റ് ആണ്,
ആൽഫ്രഡ് ഷുഡ്സ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ആ ഒരു ഫിനോമിനോളജി സോഷ്യൽ സയൻസസിൽ അപ്ലൈ ചെയ്ത ഒരു വ്യക്തിയാണ് ഈ എന്താ പറയേണ്ടത് ആൽഫ്രഡ് ഷുഡ്സ് എന്ന് പറയുന്നത്. അതേപോലെ മാക്സ് വെബറുടെ ശരിക്കും അദ്ദേഹം ഫോക്കസ് ചെയ്തിരുന്നത് വേർസ്റ്റൻ ആൻഡ് സോഷ്യൽ ആക്ഷനിൽ അദ്ദേഹം ഫോക്കസ് ചെയ്തിരുന്നു. സിംബോളിക് ഇന്ററാക്ഷനിസം അല്ല അദ്ദേഹത്തിന്റെ ആ ഒരു ഫോക്കസ്. ഡർക്കെയിമിന്റെ കാര്യം നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിലും ഡർക്കെയിം ഇസ് അസോസിയേറ്റഡ് വിത്ത് സ്ട്രക്ചറൽ ഫങ്ഷനിസം അല്ലെ, ഇന്ററാക്ഷനിസം അല്ല, സിംബോളിക് ഇന്ററാക്ഷനിസം അല്ല, പകരം സ്ട്രക്ചറൽ ഫങ്ഷനലിസമായിട്ടാണ് ഡർക്കെയിം അസോസിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എപ്പോഴും നോക്കുക, ഈ ഓൾട്ടർനേറ്റ് ഓപ്ഷൻസും കൂടെ നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം നമ്മൾ ഈ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ. കാരണം കഴിഞ്ഞ വർഷം GH മീഡ് ആൻസർ വരത്തക്ക രീതിയിലായിരുന്നു ആ ഒരു ചോദ്യം ഉണ്ടാക്കിയിരുന്നതെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു വർഷത്തെ പരീക്ഷ വരുമ്പോഴത്തേക്ക് ഈ ഓപ്ഷൻ മറ്റ് ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരു വ്യക്തി ആൻസർ ആയിട്ട് വരത്തക്ക രീതിയിൽ ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ വന്നേക്കാം. അപ്പോൾ അതും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഡാഷ്, അപ്പൊ ഇതൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് സ്റ്റഡീസ് ദ ഫാക്ടേഴ്സ് ലീഡിംഗ് ടു social disorganization and ways and means of preventing social disorganization. അപ്പൊ സോഷ്യൽ ഡിസോർഗനൈസേഷനെ കുറിച്ച് പഠിക്കുന്നത് ഏത് സൈക്കോളജി ആണ് എന്നുള്ളതാണ്. അപ്പം സോഷ്യൽ സൈക്കോളജി ആണോ, സോഷ്യൽ പാത്തോളജി ആണോ, സോഷ്യൽ മോർഫോളജി ആണോ, അതോ ജനറൽ സോഷ്യോളജിയിലാണോ ആ ഒരു സോഷ്യൽ ഡിസോർഗനൈസേഷനെ കുറിച്ച് പഠിക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. പൊതുവെ സോഷ്യൽ ഡിസോർഗനൈസേഷനെ നമുക്കൊരു ക്രമക്കേട്, ഒരു സാമൂഹിക ക്രമക്കേട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോ ഈ ഒരു സോഷ്യൽ പാത്തോളജിയാണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ ബി സോഷ്യൽ പാത്തോളജി. അപ്പൊ എന്തുകൊണ്ട് സോഷ്യൽ പാത്തോളജി വരുന്നത്? അപ്പൊ സോഷ്യൽ പാത്തോളജിയിലൂടെയാണ് സോഷ്യൽ പ്രോബ്ലംസും സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഡിസ്ഫങ്ഷൻസിനെ കുറിച്ചും പഠിക്കുന്നത്. അപ്പോ അതിനകത്ത് തന്നെ അതിന്റെ കാരണങ്ങളും അതിന്റെ പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസും അതിൽ തന്നെ പഠിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ദാറ്റ് ഇസ് കോൾഡ് സോഷ്യൽ പാത്തോളജി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. സോഷ്യൽ സൈക്കോളജി അല്ല, സോഷ്യൽ ഫിസിയോളജി ആണിത്. ഇപ്പൊ സോഷ്യൽ ഫിസിയോളജി എന്താണ് ശരിക്കും പഠിക്കുന്നത്? ഇറ്റ് സ്റ്റഡീസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് ഇൻഡിവിജ്വൽ ബിഹേവിയർ. ആ ഒരു വ്യക്തിയുടെ ബിഹേവിയറും സമൂഹമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റി ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് പഠിക്കുന്നതാണ് സോഷ്യൽ ഫിസിയോളജി എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് സ്പെസിഫിക്കലി ഡിസോർഗനൈസേഷൻ പഠിക്കുന്നില്ല എന്നുള്ളത്. ഇനി ഓപ്ഷൻ സി സോഷ്യൽ മോർഫോളജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, സോഷ്യൽ മോർഫോളജി എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് റെഫേഴ്സ് ടു ദ സോഷ്യൽ സ്ട്രക്ചർ. സോഷ്യൽ സ്ട്രക്ചറും അതിന്റെ പാറ്റേൺസും ആണ് സോഷ്യൽ മോർഫോളജിയിൽ പഠിക്കുന്നത്. ആൻഡ് ജനറൽ സോഷ്യോളജിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ജനറൽ സോഷ്യോളജി എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ബ്രോഡ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെയാണ് അല്ലേ. അതൊരു സ്പെസിഫിക്കലി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല ജനറൽ സോഷ്യോളജി എന്ന് പറയുമ്പോഴത്തേക്ക്. സോ ഇതിന്റെ ആൻസർ നമുക്ക് ഓപ്ഷൻ ബി ആണ്, സോഷ്യൽ പാത്തോളജി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി മൂന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. The ways of acting that are common to a society. അപ്പോൾ വേസ് ഓഫ് ആക്ടിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നത്, ഓക്കെ, അത് ഒരു സൊസൈറ്റിക്ക് കോമൺ ആയിട്ടുള്ളത്. അപ്പൊ പ്രവൃത്തികൾ ചെയ്യുന്ന മാർഗങ്ങൾ എന്നുള്ളതാണ്. അല്ലെങ്കിൽ എ ഗ്രൂപ്പ്, ഒന്നുകിൽ ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് that are handed down from one generation to the next are known as. അപ്പൊ ചോദ്യം നല്ല വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ചോദ്യം ഇതാണ്, അതായത് ഓരോ പ്രവൃത്തികൾ നമ്മൾ ഒരു സമൂഹത്തിലോ ഒരു ഗ്രൂപ്പിലോ ചെയ്യുന്നത്. അപ്പൊ ഈ പ്രത്യേക പ്രവൃത്തികൾ എങ്ങനെയാണ് അടുത്ത തലമുറയ്ക്ക് പകർന്നു കിട്ടുക? അത് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്ത് തന്നെ പോകുന്ന അത്തരത്തിലുള്ള പ്രവൃത്തികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേസ് ഓഫ് ആക്ടിങ്. അതിന്റെ ഇവിടെ ഇപ്പൊ ശരിക്കും ഒരു ഡെഫിനിഷൻ ആണ് തന്നിരിക്കുന്നത്. ഡെഫിനിഷൻ തന്നിട്ട് അത് എന്തിന്റെ ഡെഫിനിഷൻ ആണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോ മോസ് ആണോ, നോംസ് ആണോ, വാല്യൂസ് ആണോ, അതോ ഫോക്ക് വേസ് ആണോ? ഇതിന്റെ ആൻസർ ശരിക്കും ഓപ്ഷൻ ഡി, ഫോക്ക് വേസ് തന്നെയാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അല്ലെങ്കിൽ ഈ കാണുന്ന ഓപ്ഷൻസ് എല്ലാം, മോസ് ആയാലും നോംസ് ആയാലും വാല്യൂസ് ആയിരുന്നാലും ഫോക്ക് വേസ് ആയിരുന്നാലും സോഷ്യോളജിയെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ കോൺസെപ്റ്റ്സും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഫോക്ക് വേസ് ആണ് ആ ഒരു എവറി ഡേ അല്ലെങ്കിൽ ഡേ ടു ഡേ ദൈനംദിനം ചെയ്യുന്ന ആ ഒരു കസ്റ്റമറി ബിഹേവിയർ ഇൻ എ സൊസൈറ്റി. കസ്റ്റമറി ബിഹേവിയർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് ആ ഒരു സൊസൈറ്റിക്ക് മാത്രം ഉള്ള തരത്തിലുള്ള ഒരു ബിഹേവിയർ എന്നുള്ള രീതിയിൽ കാണുക.
ആൻഡ് ഈ കസ്റ്റമറി ബിഹേവിയേഴ്സ് എന്താണ് ചെയ്യുന്നത്? അവര് അല്ലെങ്കിൽ ഈ ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു റുട്ടീൻ ആയിട്ടുള്ള കോണ്ടാക്ട്, റുട്ടീൻ ആയിട്ടുള്ള പ്രവൃത്തികൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അത് കൈമാറ്റം ചെയ്യുന്നതാണ്. പക്ഷേ ഇത് എന്താ പറയേണ്ടത്, സ്ട്രിക്റ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്യാറില്ല എന്നുള്ളതും നമ്മൾ ഒരു കാര്യം മനസ്സിൽ വെച്ചോളൂ. അപ്പോ ഓപ്ഷൻ ബി ഫോക്ക് വേസ് ആണ്. ഇനി എന്താണ് മോർസ് എന്ന് പറയുന്നത്? മോർസ് ആർ നോംസ് വിത്ത് മോറൽ ഇമ്പോർട്ടൻസ്. അപ്പൊ ഈ ഫോക്ക് വേസിന് ഒത്തിരി അധികം മോറൽ ഇമ്പോർട്ടൻസ് അവിടെ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഫോക്ക് വേസ് അല്ല, നോംസ് എന്ന് പറയുമ്പോഴത്തേക്ക് മോർസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ആ ഒരു മോറൽ ഇമ്പോർട്ടൻസ് വരുന്ന കുറെ കൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള സാങ്ഷൻസ് അവിടെ വരുന്നത്. അതായത് അത് ഒരു പക്ഷേ പാലിച്ചു പോയിട്ടില്ല എങ്കിൽ അതിന് എന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്ന് നമ്മൾ ഓർക്കുക. ഇനി നോംസ് എന്ന് പറയുമ്പോഴോ, നോംസ് പൊതുവെ ഒരു ജനറൽ ടേം ആണ് അല്ലെ. നോംസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സമൂഹത്തിൽ അംഗീകരിച്ചിട്ടുള്ള എല്ലാത്തരം പ്രവൃത്തികളും നോംസിന്റെ ഭാഗമായിട്ട് അവിടെ വരും. ഇനി വാല്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇത് മൂല്യങ്ങൾ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ എന്താണ് നല്ലത് എന്നുള്ള വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ആ മൂല്യങ്ങളാണ് ഈ വാല്യൂസ് എന്ന് പറയുന്നത്. അത് ഒരു 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 എന്താ പറയേണ്ടത്, ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ഒരു ഹാബിറ്റിനെ ഫോം ചെയ്യുന്നതല്ല, പക്ഷേ അത് ആ ഹാബിറ്റിനെ സ്വാധീനിക്കാനായിട്ട് സാധിക്കും ഈ വാല്യൂസ് അല്ലെങ്കിൽ ഈ മൂല്യങ്ങൾ. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കുറെ അധികം മൂല്യങ്ങളായിട്ട് നമ്മൾ പാലിക്കുന്ന സംഗതികളുണ്ട്. അതേപോലെ നമ്മുടെ കുടുംബത്ത് നമ്മൾ മൂല്യങ്ങളായിട്ട് പാലിക്കുന്ന സംഗതികളുണ്ട് അല്ലെ. ഓരോ വ്യക്തിക്കും അതേ വ്യക്തിയുടേതായ കുറെ മൂല്യങ്ങളും അവിടെ ഉണ്ടാകാം എന്നുള്ളത്. ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നാലാമത്തേതാണ് The principles of natural selection was first applied in sociology by. അപ്പം നാച്ചുറൽ സെലക്ഷൻ എന്ന പ്രിൻസിപ്പിൾ ആരാണ് ആദ്യമായിട്ട് സോഷ്യോളജിയിൽ അപ്ലൈ ചെയ്തത്? അപ്പം നമുക്ക് ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. സ്പെൻസർ ആണ്. സ്പെൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് ഹെർബർട്ട് സ്പെൻസർ ആണ്. നമുക്കറിയാം ആ ഒരു പ്രിൻസിപ്പിൾ നാച്ചുറൽ സെലക്ഷൻ ശരിക്കും കൊണ്ടുവന്നത് ആരാണ്? ചാൾസ് ഡാർവിൻ ആണ് അല്ലെ. അദ്ദേഹത്തിന്റെ ആ ഒരു ബയോളജിക്കൽ ഐഡിയ ആണ് ഈ ഒരു നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് നാച്ചുറൽ സെലക്ഷൻ അദ്ദേഹം അപ്ലൈ ചെയ്തത്, അല്ലെങ്കിൽ ഹെർബർട്ട് സ്പെൻസർ അത് അപ്ലൈ ചെയ്തത്, സൊസൈറ്റിയിൽ അത് അപ്ലൈ ചെയ്ത് എങ്ങനെയാണ് എന്താ പറയേണ്ടത് ഈ സമൂഹങ്ങൾ ഇവോൾവ് ചെയ്യുന്നത് എന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് സൊസൈറ്റീസിൽ അദ്ദേഹം അത് അപ്ലൈ ചെയ്തത്. ഇനി ടോണീസിന്റെ കാര്യം പറയാനാണെങ്കിൽ ടോണീസ് ശരിക്കും ഫോക്കസ് ചെയ്തത് ജെൽ ഷാഫ്റ്റ് അല്ലെങ്കിൽ ഗമെയിൻ ഷാഫ്റ്റിലൊക്കെ അദ്ദേഹം ഫോക്കസ് ചെയ്തിരുന്നു, എവല്യൂഷണറി പ്രിൻസിപ്പിൾസിൽ അല്ല. ഇനി റാഡ്ക്ലിഫ് ബ്രൗണിന്റെ കാര്യം നമുക്ക് നോക്കാനാണെങ്കിലോ അദ്ദേഹം സ്ട്രക്ചറൽ ഫങ്ഷണലിസവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത വ്യക്തിയാണ്, സ്പെസിഫിക്കലി ഇൻ ആന്ത്രോപോളജി. ഇനി ഡാർവിൻ അഗെയിൻ ഇവിടെ നോക്ക്, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നാച്ചുറൽ സെലക്ഷൻ ഇവിടെ കൊണ്ടുവന്നത്. അപ്പൊ നാച്ചുറൽ സെലക്ഷൻ എന്ന് നമ്മൾ കേൾക്കുമ്പം പെട്ടെന്ന് നമ്മൾ ഡാർവിനുമായിട്ട് അത് അസോസിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെ. പക്ഷെ ഡാർവിൻ ആ ഒരു നാച്ചുറൽ സെലക്ഷൻ ബയോളജിക്കലി ആണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അതിനെ സോഷ്യോളജിയിൽ അപ്ലൈ ചെയ്തത് സ്പെൻസർ ആണ്. ഓപ്ഷൻ ബി സ്പെൻസർ ആണ് അത് അപ്ലൈ. അപ്പൊ ഈ ബയോളജിക്കൽ പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്തത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഡാർവിൻ തന്നെയാണ് അതിന്റെ ആൻസർ. പക്ഷേ അത് സോഷ്യോളജിയിൽ അപ്ലൈ ചെയ്തത് സ്പെൻസർ ആണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ നമ്പർ 5 the three principal divisions of sociology according to Durkheim are. അപ്പം സോഷ്യോളജിയുടെ പ്രധാനപ്പെട്ട 3 ഡിവിഷൻസ് എന്തൊക്കെയാണ് എന്നാണ് ഡർക്കെയിം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അദ്ദേഹം സോഷ്യൽ മോർഫോളജി, സോഷ്യൽ ഫിസിയോളജി ആൻഡ് ജനറൽ സോഷ്യോളജി എന്ന നിലയിൽ ആ ഒരു എന്താ പറയണ്ട 3 ഡിവിഷൻസ് ആണ് ശരിക്കും അദ്ദേഹം എന്താ പറയേണ്ടത് പ്രൊപ്പോസ് ചെയ്തത്. ഓക്കെ, അപ്പോ സോഷ്യൽ മോർഫോളജി എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും അതിന്റെ സ്ട്രക്ചറെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. ആൻഡ് സോഷ്യൽ ഫിസിയോളജി എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഫങ്ഷൻസും അതിന്റെ ബിഹേവിയേഴ്സും ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ജനറൽ സോഷ്യോളജി എന്ന് പറയേണ്ടത് തിയറിറ്റിക്കൽ പ്രിൻസിപ്പിൾ, സോഷ്യോളജിയുടെ കൂടുതൽ തിയറികളും ആ ഒരു ജനറൽ സോഷ്യോളജിയിൽ തന്നെയാണ് വരിക എന്നുള്ളത്. ഓക്കെ, അപ്പോ ബാക്കി ഉള്ളതൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദോസ് ആർ ഓൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അതൊന്നും ഡർക്കെയിമിന്റെ കാറ്റഗറൈസേഷൻ അല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. അപ്പൊ ഓപ്ഷൻ സി നമ്മൾ സ്പെസിഫിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സോഷ്യൽ സ്റ്റാറ്റിക്സ്, സോഷ്യൽ ഡൈനമിക്സ്,
ജനറൽ സോഷ്യോളജി അത് ശരിക്കും കോംറ്റയുടെ കാറ്റഗറൈസേഷൻ ആയിട്ട് നമുക്ക് കാണാം, ഡർക്കേമിന്റെ കാറ്റഗറൈസേഷൻ അല്ല. ഓക്കെ, നമ്പർ 6, ദ മേജർ ഫീച്ചർ ഓഫ് ക്യാപിറ്റലിസ്റ്റ് കൺസിസ്റ്റ് ഓഫ്. ഇപ്പൊ ക്യാപിറ്റലിസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഫീച്ചർ ഏതാണ് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അപ്പം ഒന്ന്, വേജ് സിസ്റ്റം, പ്രോഫിറ്റ് മോട്ടീവ്, കോമ്പറ്റിറ്റീവ് മാർക്കറ്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പക്ഷേ ക്യാപിറ്റലിസത്തിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ചൊന്നും പഠിച്ചിട്ടില്ല എങ്കിൽ പോലും ആ ഒരു ക്യാപിറ്റലിസം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റില് നമുക്കറിയാം പ്രോഫിറ്റ് ഡെഫിനറ്റ്ലി അവിടെ ഉണ്ട്, ആൻഡ് ഒരു കോമ്പറ്റിറ്റീവ് മാർക്കറ്റും ആ ഒരു ക്യാപിറ്റലിസത്തിൽ വരുന്നുണ്ട്. അപ്പൊ പിന്നെ എന്താ പറയേണ്ടത്, ഇത് രണ്ടും അതിനകത്ത് വരുന്ന സ്ഥിതിക്ക് വേജ് സിസ്റ്റവും കൂടെ എന്തായാലും അതിനകത്ത് വരണം. ഇപ്പൊ ക്യാപിറ്റലിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേജ് സിസ്റ്റം അതിന്റെ ഭാഗമാണ്, പ്രോഫിറ്റ് മോട്ടീവ് അതിന്റെ ഭാഗമാണ്, കോമ്പറ്റിറ്റീവ് മാർക്കറ്റും അതിന്റെ ഭാഗമാണ്. അപ്പൊ ഈ ലിസ്റ്റ് ചെയ്തേക്കുന്നത് എല്ലാം അതിന്റെ ഫീച്ചേഴ്സ് തന്നെയാണ്. സോ all of the above is the correct answer. So question number 7. Gemeinschaft and Gesellschaft are associated with. നമ്മൾ ഇച്ചിരി നേരത്തെ ഇത് ഡിസ്കസ് ചെയ്തായിരുന്നു, രണ്ട് ക്വസ്റ്റ്യൻ മുമ്പേ ഇത് ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ. അപ്പൊ ഇത് ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഫെർഡിനൻഡ് ടോണീസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുകയാണ് ഗെമൻഷാഫ്റ്റും ഗെസൽഷാഫ്റ്റും എന്ന് പറയുന്ന ഈ രണ്ട് കോൺസെപ്റ്റ്സ്. അപ്പൊ എന്താണ് ഈ ഗെമൻഷാഫ്റ്റ് എന്ന് പറയുന്നത്? കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓൺ പേഴ്സണൽ ടൈപ്സ്, വ്യക്തിബന്ധങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കമ്മ്യൂണിറ്റീസിനെയാണ് ഗെമൻഷാഫ്റ്റ്. ഇനി ഗെസൽഷാഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കോ സൊസൈറ്റി ബേസ്ഡ് ഓൺ ഇംപേഴ്സണൽ അസോസിയേഷൻസ്. അപ്പൊ പേഴ്സണൽ അസോസിയേഷന്റെ ഓപ്പോസിറ്റ് അല്ലെ, ഇംപേഴ്സണൽ ആയിട്ടുള്ള അസോസിയേഷൻസിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സമൂഹത്തിനെ ഗെസൽഷാഫ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ എന്താ പറയേണ്ടത്, അപ്പോ ഫെർഡിനൻഡ് ടോണീസ് ആണ് ഗെമൻഷാഫ്റ്റും ഗെസൽഷാഫ്റ്റും ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികൾ. അപ്പൊ നോക്കി, ഇതുവരെ നമ്മൾ നോക്കിയ ചോദ്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ സോഷ്യോളജിയിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് വന്നേക്കുന്നത്. സോ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് എന്താണ്, ഇത്തരത്തിലുള്ള അതായത് സോഷ്യോളജിയുടെ പിന്നിൽ അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന വ്യക്തികളും അവര് ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ അത് പഠിച്ചിരിക്കേണ്ടതായിട്ടും ഉണ്ട്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8. Who has defined folkways? ഇപ്പൊ ഫോക്വേസിന്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തേക്കുന്നത്, ആ ഡെഫിനിഷൻ ആര് ഡിഫൈൻ ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. സോ ഹു ഹാസ് ഡിഫൈൻഡ് ഫോക്വേസ് ആസ് റെക്കഗ്നൈസ്ഡ് ഓർ ആക്സെപ്റ്റഡ് വേസ് ഓഫ് ബിഹേവിംഗ് ഇൻ എ സൊസൈറ്റി. ഒരു സമൂഹത്തില് അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള രീതിയിലെ പെരുമാറ്റങ്ങൾ ആണ് ഫോക്ക് വേസ് എന്ന് ഡിഫൈൻ ചെയ്തത് ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മെക്കൈവർ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ. അപ്പൊ മെക്കൈവർ ആണ് ഫോക്ക് വേസിനെ എന്താ പറയേണ്ടത്, കോമൺലി ആക്സെപ്റ്റഡ് ഹാബിച്വൽ വേസ് ഓഫ് ആക്ടിങ് എന്ന നിലയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോ സംനറുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലോ ഓപ്ഷൻ ബി സംനർ ആണ് എന്താ പറയേണ്ടത്, ആ ഒരു ടേം ഫോക്ക് വേസ് എന്നുള്ള ആ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് സംനർ അല്ലെങ്കിൽ സുംനർ ആണ്. പക്ഷെ അദ്ദേഹം ഈ രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇനി നമ്മൾ പാസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലോ പാസൻ ഇസ് നോൺ ഫോർ സ്ട്രക്ചറൽ ഫങ്ഷനിസം. സ്ട്രക്ചറൽ ഫങ്ഷനലിസത്തിനെയാണ് അല്ലെങ്കിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള മേഖല അതാണ്. ഇനി വെബർ നോക്കുകയാണെന്നുണ്ടെങ്കിലോ വെബർ പ്രവർത്തിച്ചത് സോഷ്യൽ ആക്ഷനിലാണ്, ഫോക്ക് വേസിലെ ഡെഫിനിഷനിലല്ല, സോഷ്യൽ ആക്ഷനിലാണ്. ഓക്കെ, അപ്പൊ മെക്കൈവർ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ, ഓപ്ഷൻ എ മെക്കൈവർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9, 9ാമത്തെ ചോദ്യം ഇതാണ്. ഹൂ ഇസ് എ ലീഡർ ഓഫ് ഫോർമലിസ്റ്റിക് സ്കൂൾ ഓഫ് തോട്ട്? അപ്പൊ ഫോർമലിസ്റ്റിക് സ്കൂൾ ഓഫ് തോട്ടിന്റെ ലീഡർ ആരാണ് എന്നുള്ളതാണ് ചോദ്യം ഇവിടെ. സോ ഓപ്ഷൻ ഡി ജോർജ് സിമ്മൽ ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ ഫോർ us. ഇപ്പൊ സിമ്മൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർമലിസ്റ്റിക് സ്കൂളുമായിട്ട് അസോസിയേറ്റഡ് ആണ്. ഫോർമലിസ്റ്റിക് സ്കൂളിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് വാസ് ഓൺ സോഷ്യൽ ഫോംസ് റാദർ ദാൻ ദ കോണ്ടന്റ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻസ്. സോഷ്യൽ ഇന്ററാക്ഷൻസിന്റെ ഉള്ളടക്കത്തിലല്ല, പകരം സമൂഹത്തിന്റെ ഫോംസിന് പല രൂപങ്ങളിലാണ് അത് ഫോക്കസ് ചെയ്തത്. ജോർജ് സിമ്മൽ ഇസ് ദി ആൻസർ. ഓക്കെ, അപ്പൊ മറ്റാരും ഈ ഒരു മേഖലയിൽ ഫോക്കസ് ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10. Who was first translated
Comte's writing from French to English? അപ്പോ who was ചെറിയൊരു ഗ്രാമർ എറർ ഉണ്ട് അവിടെ. Who first translated മാത്രം മതി, ഇവിടെ was വേണ്ട. Who first translated Comte's writing from French to English? Option A, Harriet Martineau. ഹാരിയറ്റ് മാർട്ടിനോ ആണ് ഇത് കോംറ്റയുടെ വർക്ക് ആദ്യം ഫ്രഞ്ചിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അങ്ങനെയാണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് റീഡേഴ്സിന് പോസിറ്റിവിസം എന്താ പറയേണ്ടത് ആക്സസിബിൾ ആയി തുടങ്ങിയത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11 ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക് സ്റ്റേറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഗ്രൂപ്പ് ഇസ് ദാറ്റ് ടു വിച്ച് മാൻ ഹാസ് നോ ചോയ്സ് വിച്ച് ഇസ് ബേസ്ഡ് ഓൺ കിൻഷിപ്പ്. അപ്പോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ഇൻവോളണ്ടറി ആണ്. ഇനി നമുക്ക് അതിട്ടൊന്ന് വായിച്ചു നോക്കാം. ഇൻവോളണ്ടറി ഗ്രൂപ്പ് ഇസ് ദാറ്റ് ടു വിച്ച് മാൻ ഹാസ് നോ ചോയ്സ്. ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ബി ഇൻവോളണ്ടറി. ഇൻവോളണ്ടറി എന്നല്ലേ ഞാൻ പറഞ്ഞു. അപ്പൊ ഇൻവോളണ്ടറി ഗ്രൂപ്പ് ഇസ് ദാറ്റ് ടു വിച്ച് മാൻ ഹാസ് നോ ചോയ്സ് വിച്ച് ഇസ് ബേസ്ഡ് ഓൺ കിൻഷിപ്പ്. അപ്പൊ ഈ ഇൻവോളണ്ടറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ കിൻഷിപ്പ്. കിൻഷിപ്പിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പൊ അവിടെ മാൻ ഹാസ് നോ ചോയ്സ്, അതുകൊണ്ടാണ് അത് ഇൻവോളണ്ടറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോ എന്താ പറയേണ്ടത്, ഇൻവോളണ്ടറി ഗ്രൂപ്പ് ആണ്, ഫാമിലി പോലെയുള്ള ഗ്രൂപ്പ്സ് ആണ് ഇൻവോളണ്ടറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ വ്യക്തികൾ ജന്മന ആ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് മാറുകയാണ് അല്ലെ. ഇനി അടുത്തത് ലെറ്റ് us look at question number 12. Who has divided groups into in-group and out-groups? ഇൻ ഗ്രൂപ്പും ഔട്ട് ഗ്രൂപ്പുമായിട്ട് ഗ്രൂപ്പ്സിനെ ഡിവൈഡ് ചെയ്തത് ആരാണ്? ഓപ്ഷൻ ബി, സുംന ഇസ് ദ വൺ ഹു ഡിവൈഡഡ് ഗ്രൂപ്പ്സ് ഇൻടു ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്. അപ്പൊ സുംനർ ആണ് ആ ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അദ്ദേഹം അത് കൊണ്ടുവന്നത് സോഷ്യൽ ഐഡന്റിറ്റിയും ഗ്രൂപ്പ് ഡൈനമിക്സും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളെ ലെസൺസിൽ ഡിസ്കസ് ചെയ്ത് തന്നെയായിരിക്കും പോവുക. ഇപ്പം ഇതാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ അടുത്ത പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ പരീക്ഷയുടെ സമയമാകുമ്പോഴത്തേക്ക് ഇതിനെ ബേസ് ചെയ്ത് മറ്റൊരു ചോദ്യമായിരിക്കും ഒരു പക്ഷെ നിങ്ങളുടെ മുന്നിൽ എത്തുക. ഇനി ക്വസ്റ്റ്യൻ 13, ഇത് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഇസ് ദ മൊബിലിറ്റി ഇൻ വിച്ച് എ പേഴ്സൺ ചേഞ്ചസ് ദിയർ ഓക്യുപ്പേഷൻ but their overall social standing remains unchanged. അപ്പൊ എന്ത് തരം മൊബിലിറ്റി? വേർട്ടിക്കൽ മൊബിലിറ്റി ആണോ, ഹൊറിസോണ്ടൽ മൊബിലിറ്റി ആണോ, അപ്വേർഡ് മൊബിലിറ്റി ആണോ, ഡൗൺവേർഡ് മൊബിലിറ്റി ആണോ? അപ്പൊ വേർട്ടിക്കൽ എന്താണ്? നേരെ മുകളിലേക്ക് പോകും. ഹൊറിസോണ്ടൽ എന്താണ്? ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെ, സൈഡ് വേസ് പോകുന്നതാണ് ഹൊറിസോണ്ടൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കിയേ, വേർട്ടിക്കൽ മൊബിലിറ്റി ആയിരിക്കോ ഹൊറിസോണ്ടൽ മൊബിലിറ്റി ആയിരിക്കോ? അപ്പൊ ഏത് തരം മൊബിലിറ്റിയാണ്? ഒരു വ്യക്തിയുടെ ഓക്യുപ്പേഷൻ മാറും അല്ലെങ്കിൽ തൊഴിൽ മാറും, പക്ഷേ അവരുടെ സോഷ്യൽ സ്റ്റാൻഡിങ് അതേ കണക്ക് നിലനിൽക്കും. അപ്പൊ ഇത് മുകളിലേക്കല്ല പോകുന്നത്, സൈഡിലേക്ക് പോകുന്നു അല്ലെ. അപ്പൊ അത് ഹൊറിസോണ്ടൽ മൊബിലിറ്റി ആണ് അവിടെ വരുന്നത്. അപ്പൊ ഹൊറിസോണ്ടൽ മൊബിലിറ്റി എന്ന് പറയുമ്പം ഓക്യുപ്പേഷൻ, ജോലിയുടെ ഒരു ചേഞ്ച് അവിടെ ഉണ്ടാകും, പക്ഷെ അവരുടെ സോഷ്യൽ സ്റ്റാൻഡ് ചേഞ്ച് ആകില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14 ഇതാണ്. ഹൂ ഇസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് സോഷ്യൽ സ്റ്റാറ്റിക്സ്? ഇച്ചിരി നേരത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊന്ന് ചർച്ച ചെയ്തിരുന്നു അല്ലെ. ഓപ്ഷൻ എ, സ്പെൻസർ ആണ് സോഷ്യൽ സ്റ്റാറ്റിക്സ് എന്ന ബുക്ക് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് പറയുന്നത് ഐഡിയാസ് അബൌട്ട് ഇൻഡിവിജ്വൽ ലിബർട്ടിയും സോഷ്യൽ എവല്യൂഷനെ കുറിച്ചുമാണ് അദ്ദേഹം ഇതിനകത്ത് ശരിക്കും ചർച്ച ചെയ്യുന്നത്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ 15. അപ്പം വിച്ച് സ്റ്റേജ് ഓഫ് സോഷ്യൽ ആക്ഷന്റെ ഒരു സ്റ്റേജിനെ കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ വിച്ച് സ്റ്റേജ് ഓഫ് സോഷ്യൽ ആക്ഷൻ ഇസ് കൺസേൺഡ് വിത്ത് ലോങ് സ്റ്റാൻഡിങ് കസ്റ്റംസ്, ട്രഡിഷൻസ് ആൻഡ് യൂസേജസ്. ലോങ് സ്റ്റാൻഡിങ് കസ്റ്റംസ് എന്ന് പറയുമ്പോഴത്തേക്ക് ദീർഘനാളായി നിലനിൽക്കുന്ന കസ്റ്റംസും ട്രഡിഷൻസും യൂസേജസും ഏത് സ്റ്റേജിലാണ് വരിക? സോഷ്യൽ ആക്ഷന്റെ. അപ്പൊ ആൻസർ ഓപ്ഷൻ സി, ട്രഡീഷണൽ സ്റ്റേജ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഏകദേശം ഈ ലോങ് സ്റ്റാൻഡിങ് എന്നുള്ളത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ട്രഡീഷണലിലേക്ക് നമുക്ക് എത്താവുന്നതാണ്. അപ്പൊ ട്രഡീഷണൽ സ്റ്റേജ് ആണ് ശരിക്കും എന്താ പറയേണ്ടത്, ആ കസ്റ്റമറി ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ പാറ്റേൺസ് കണ്ടുവരുന്നത്.
ഇമോഷൻസ് എന്ന് അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഫീലിങ്സ് ആണ് അതിനെ ഡ്രൈവ് ചെയ്യുന്നത് അല്ലേ. വാലുവേഷണൽ സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് മൂല്യങ്ങളെ വാല്യൂസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. റാഷണൽ പേർപ്പസ്ഫുൾ സ്റ്റേജ് ഓപ്ഷൻ ഡി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും അതിന്റെ പിന്നിൽ ഒരു റീസണിങ് ഉണ്ടാകും, ഒരു ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് അവിടെ ചർച്ച ചെയ്യുന്നത് അല്ലെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 16. വിച്ച് ടൈപ്പ് ഓഫ് സൂയിസൈഡ് ഇസ് എ സാക്രിഫൈസ് ഫോർ ദ ഗ്രേറ്റർ ഗുഡ്? നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന തരത്തിലുള്ള സൂയിസൈഡ്. ഓക്കെ, അപ്പോ അതിനെ ഒരു സാക്രിഫൈസ് ആയിട്ട് കണക്കാക്കുന്നു. അപ്പൊ അത് ഏത് സൂയിസൈഡ് ആണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി അൾട്യൂറിസ്റ്റിക് സൂയിസൈഡ് ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. അൾട്യൂറിസ്റ്റിക് സൂയിസൈഡ് നടക്കുന്നത് എപ്പോഴാണ്? ആ ഒരു വ്യക്തിയുടെ സെൻസ് ഓഫ് ഡ്യൂട്ടി ടു എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിനോടുള്ള ആ ഒരു വ്യക്തിയുടെ വിധേയത്വം അല്ലെങ്കിൽ സെൻസ് ഓഫ് ഡ്യൂട്ടി എന്നുള്ളത് ആ ഒരു സെൽഫ് പ്രിസർവേഷൻ, ആ വ്യക്തിക്ക് അതീതമായി കണക്കാക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഈ അൾട്യൂറിറ്റിക് സൂയിസൈഡ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ അനോമിക് സൂയിസൈഡ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? അത് ആ ഒരു നോംസ് ഇല്ലാതെ വരുന്ന അവസരങ്ങളിലാണ് അനോമിക് സൂയിസൈഡ് ഉണ്ടാകുന്നത്. ഈഗോയിസ്റ്റിക് എപ്പോഴാണ് വരുന്നത്? ഈഗോയിസ്റ്റിക് സൂയിസൈഡ് ആ ഒരു ഇന്റഗ്രേഷൻ ഇല്ലാതെ വരുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഈഗോയിസ്റ്റിക് സൂയിസൈഡ് ഉണ്ടാകുന്നത്. മീൻസ് ഇഴുകിച്ചേരാനായിട്ട് സാധിക്കാതെ വരുന്ന ആ ഒരു സാഹചര്യത്തിൽ. ഫേറ്റലിസ്റ്റിക് എപ്പോഴാണ് വരുന്നത്? എക്സസീവ് ആയിട്ടുള്ള റെഗുലേഷൻസ് അല്ലെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ നിലനിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ. റെഗുലേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം നിയമങ്ങൾ പോലെ തന്നെ നമുക്കതിനെ കണക്കാക്കാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 17. അക്കോർഡിംഗ് ടു സ്പെൻസർ, ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്, ഡാഷ് ഇസ് ദ കീ ഫാക്ടർ ഓഫ് സോഷ്യൽ എവല്യൂഷൻ. സോഷ്യൽ എവല്യൂഷന്റെ പ്രധാനപ്പെട്ട ഫാക്ടർ എന്താണ് എന്നുള്ളതാണ് സ്പെൻസറിന്റെ. ഇത് നമ്മൾ നേരത്തെയും ഇതേ കോൺസെപ്റ്റിൽ നിന്നൊരു ചോദ്യം വന്നതായിട്ട് നമ്മൾ കണ്ടു അല്ലേ. അപ്പൊ ഇവിടെയും അഡാപ്റ്റേഷൻ അല്ല, കോമ്പറ്റീഷൻ അല്ല, നൺ ഓഫ് ദി അബവ് അല്ല. ഇവിടെയും നമുക്ക് നാച്ചുറൽ സെലക്ഷൻ ഉണ്ട്. കാരണം സ്പെൻസർ അതാണ് എടുത്ത് പ്രവർത്തിച്ചിട്ടുള്ളത്, നാച്ചുറൽ സെലക്ഷൻ തന്നെയാണ് അല്ലെ. അപ്പൊ സ്പെൻസർ ശരിക്കും ഡാർവിന്റെ ആ ഒരു നാച്ചുറൽ സെലക്ഷൻ എടുത്തിട്ട് സോഷ്യൽ എവല്യൂഷനിൽ അത് അപ്ലൈ ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലെ കോൺസെപ്റ്റ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 18. ഡാഷ് ഇസ് അസോസിയേറ്റഡ് വിത്ത് റിലേറ്റിവിസം ആൻഡ് എ ഫോക്കസ് ഓൺ ഐഡിയോളജി ഇൻ ദ മെയിൻ്റനൻസ് ഓഫ് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പവർ. അപ്പോൾ ഇവിടെ ഒന്ന് ആലോചിക്കുക, എക്കണോമിക് പവർ, പൊളിറ്റിക്കൽ പവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് ഇവിടെ വരുന്നു. അപ്പോ വാട്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത് റിലേറ്റിവിസം? അപ്പൊ റിലേറ്റിവിസവുമായിട്ട് എന്ത് ഫോക്കസിലാണ് ആ ഒരു ഐഡിയോളജി വരുന്നത്? ആ ഒരു എക്കണോമിക് പവർ, പൊളിറ്റിക്കൽ പവർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ആ ഒരു ഐഡിയോളജിയുടെ ഫോക്കസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോ പോസ്റ്റ് മോഡേണിസം ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അപ്പൊ നമ്മൾ ഈ പോസ്റ്റ് മോഡേണിസം നമ്മൾ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഇത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ പോസ്റ്റ് മോഡേണിസം ആണ് ശരിക്കും ആ ഒരു എംഫസിസ് കൊടുക്കുന്നത്, ദ relativity of truth and the role of discourse in power structures. ഇപ്പൊ പവർ സ്ട്രക്ചേഴ്സിൽ റിലേറ്റിവിറ്റി ഓഫ് ട്രൂത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് സത്യമായിട്ട് എങ്ങനെ അത് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് ദ റോൾ ഓഫ് ഡിസ്കോഴ്സ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും റോൾ എന്താണ് എന്ന് എംഫസൈസ് ചെയ്യുന്നത് പോസ്റ്റ് മോഡേണിസത്തിലാണ്. സോ വി ക്യാൻ സേ postmodernism is associated with relativism and a focus on ideology in the maintenance of economic and political power. Okay, നല്ലൊരു ചോദ്യമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി പോസ്റ്റ് സ്ട്രക്ചറലിസം ഇത് സിമിലർ ആണ്, പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ഡിഫൈൻഡ് ബൈ സ്പെസിഫിക് ഫോക്കസ് ഓൺ ഐഡിയോളജി. ഇവിടെ ഒരു ഐഡിയോളജി അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി കോൺഫ്ലിക്റ്റ് തിയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്ലാസ് സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് കോൺഫ്ലിക്ട് തിയറി എന്ന് പറയുന്നത്. ഫങ്ഷണലിസം ശരിക്കും സ്റ്റെബിലിറ്റിയിലാണ് എംഫസൈസ് ചെയ്യുന്നത്, ഐഡിയോളജിയിലല്ല ഫങ്ഷണലിസത്തിന്റെ ആ ഒരു എംഫസിസ് വരുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 19 ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെർസ്പെക്റ്റീവ് ഇസ് പുട്ട് ഫോർവേഡ് ബൈ ഗോഫ്മാൻ? പെർസ്പെക്റ്റീവ് എന്താണ്? ഒരു കാഴ്ചപ്പാട്. അപ്പൊ ഗോഫ്മാന്റെ പെർസ്പെക്റ്റീവ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം ഇവിടെ. അപ്പം ഓപ്ഷൻ എ ഇന്റർപ്രിറ്റേറ്റീവ് അപ്രോച്ച് ആണോ, ഓപ്ഷൻ ബി കോൺഫ്ലിക്റ്റ് അപ്രോച്ച് ആണോ, ആൻഡ് ഓപ്ഷൻ സി ഡ്രാമറ്റോളജി ആണോ, അതോ ഓപ്ഷൻ ഡി പോസ്റ്റ് സ്ട്രക്ചറലിസം ആണോ?
അപ്പൊ ശരിക്കും അദ്ദേഹത്തിന്റെ ഡ്രാമറ്റോളജിക്കൽ അപ്രോച്ച് ആണ് ഗോഫ്മാന്റെ. അത് ശരിക്കും ആ ഒരു സോഷ്യൽ ഇന്ററാക്ഷനെ ഒരു തിയറിറ്റിക്കൽ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യാണ്. തിയേറ്ററിക്കൽ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഒരു നാടകം നടക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ആ ഒരു നാടകത്തിലെ ഒരു എന്താ പറയേണ്ടത്, ഒരു പെർഫോമൻസ്, ഒരു വേഷം ധരിച്ച് ഒരു വ്യക്തി, അല്ലെങ്കിൽ ആ ഒരു വേഷം ചെയ്യുന്ന ആ ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് സോഷ്യൽ ഇന്ററാക്ഷനെ അദ്ദേഹം കമ്പയർ ചെയ്തിരിക്കുന്നത്. അതാണ് ഡ്രാമ, അല്ലേ? ഡ്രാമറ്റേർജി എന്ന് പറയുന്നത്. അപ്പോ ഗോഫ്മാൻ എന്താണ് ചെയ്തത്? അപ്പോ ഈ സമൂഹത്തിൽ ഓരോ വ്യക്തികളുടെയും അവരുടെ റോൾസ് എന്ന് പറയുന്നത് അതിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് ഒരു 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 നാടകത്തിൽ അഭിനയിക്കുന്ന ആ ഒരു അഭിനയത്തോടെ കമ്പയർ ചെയ്തിരിക്കുന്നു. ഇന്റർപ്രിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഇസ് എ സിംബോളിക് ഇന്ററാക്ഷൻ. പക്ഷേ ഗോഫ്മാന്റെ ഈ ഒരു യുണീക്ക് ലേബിൾ അതിനില്ല എന്നുള്ളത്. കോൺഫ്ലിക്റ്റും പോസ്റ്റ് സ്ട്രക്ചറലിസവും ഇതുമായിട്ട് റിലേറ്റഡ് അല്ല എന്നുള്ളത്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, dramaturgy. Okay. And question number 20. According to Weber, the three types of leadership are. ഇപ്പൊ വെബറിന്റെ ആ ഒരു അഭിപ്രായത്തില് എന്താണ് 3 തരത്തിലുള്ള ലീഡർഷിപ്പ് എന്നുള്ളത്? ഇപ്പൊ വെബറുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ നോക്കിയിരുന്നു. അപ്പം വെബർ ശരിക്കും ലെജിറ്റിമസി അല്ലെങ്കിൽ നിയമസാധുത, അതാണ് ലെജിറ്റിമസി എന്ന് പറയുന്നത്, അല്ലെ? അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ആ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അതോറിറ്റി ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ ഓപ്ഷൻ ബിയിൽ നോക്ക്, ലീഗൽ, ട്രഡീഷണൽ ആൻഡ് കറിസ്മാറ്റിക് എന്നുള്ള ആ ഒരു ഡിസ്റ്റിങ്ഷൻസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് ആണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. 3 ടൈപ്പ്. ഇപ്പൊ ലീഗൽ ലീഡർഷിപ്പ്, ട്രഡീഷണൽ ലീഡർഷിപ്പ്, കറിസ്മാറ്റിക് ലീഡർഷിപ്പ് എന്ന നിലയിൽ ഇത് നമ്മൾ ആ ഒരു ഡിഫറെന്റ് ലീഡർഷിപ്സ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ലീഡർഷിപ്സ് നമ്മൾ പഠിക്കുന്ന ആ ഒരു കൂട്ടത്തിൽ ഇത് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 21. Whose name is associated with the concept of deconstruction? ഡീകൺസ്ട്രക്ഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഡെറിഡ എന്നുള്ള പേര് നമ്മുടെ മൈൻഡിൽ വരണം എന്നുള്ളതാണ്. ജാക്വസ് ഡെറിഡ, അല്ലെ? ജാക്വസ് ഡെറിഡ ഇസ് ദ ഫൗണ്ടർ ഓഫ് ഡീകൺസ്ട്രക്ഷൻ. ഫിലോസഫിയിലും അതേപോലെ ക്രിട്ടിക്കൽ തിയറിയിലും ജാക്വസ് ഡെറിഡ ഇസ് ദ ഫൗണ്ടർ. ഇപ്പൊ ഡീകൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് നമുക്ക് ആലോചിക്കാനാണെങ്കിൽ തിങ്ക് ഓഫ് ജാക്വസ് ഡെറിഡ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 22. ഒരു കോട്ട് എടുത്തിരിക്കുകയാണ്, ഒരു സ്റ്റേറ്റ്മെന്റ്, അതാണ് ഒരു കോട്ട് എന്ന് പറയുന്നത്. അത് ആരുടേതാണ് എന്നാണ് ചോദ്യം. നോളജ് ഇസ് ഓൾവേസ് എൻ എക്സസൈസ് ഓഫ് പവർ ആൻഡ് പവർ ഓൾവേസ് എ ഫങ്ഷൻ ഓഫ് നോളജ്. ഓക്കെ, നോളജിൽ തുടങ്ങി നോളജിൽ അവസാനിക്കുന്നു, അല്ലെ? അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? നോളജ് ഇസ് ഓൾവേസ് എൻ എക്സസൈസ് ഓഫ് പവർ. നോളജ് എന്ന് പറയുന്നത് പവറിന്റെ ഒരു എക്സസൈസ്, അല്ലെങ്കിൽ പവർ ഉണ്ടെങ്കിലാണ് നമുക്ക് നോളജ് കാണിക്കാനായിട്ട് സാധിക്കുക എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം. ആൻഡ് മറ്റൊരു സെന്റൻസ്, പവർ ഓൾവേസ് എ ഫങ്ഷൻ ഓഫ് നോളജ്. പവർ എപ്പോഴും നോളജിന്റെ ഒരു ഫങ്ഷൻ ആണ് എന്നാണ് പറയുന്നത്. അപ്പോ ഓപ്ഷൻ ഡി, ഫൂക്കോ തന്നെയാണ് ഇതും പറഞ്ഞിട്ടുള്ളത്. ഫൂക്കോ ആണ് ഇത് പറഞ്ഞേക്കുന്നത്. അപ്പൊ മൈക്കിൾ ഫൂക്കോ ആണ് ശരിക്കും ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ he said that there is a close link between knowledge and power. നമ്മൾ കേട്ടിട്ടില്ലേ നോളജ് ഇസ് പവർ എന്ന്? നമ്മൾ കേട്ടിട്ടില്ലേ നോളജ് ഇസ് പവർ? അത് സ്കൂളിലൊക്കെ കുട്ടികൾക്ക് ചർച്ച ചെയ്യാനായിട്ട് സ്പീച്ചിനൊക്കെ ആ ഒരു ടോപ്പിക്ക് കൊടുക്കാറുണ്ട്, അല്ലെ? നോളജ് ഇസ് പവർ എന്ന് പറയും. ഇപ്പൊ സോഷ്യൽ സ്ട്രക്ചേഴ്സില് നോളജും പവറുമായിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത വ്യക്തിയുടെ പേരാണ് മൈക്കിൾ ഫൂക്കോ. ഓപ്ഷൻ എ is a right answer. 23. Who is the founding father of ethnomethodology? അപ്പം എത്നോമെത്തഡോളജിയുടെ ഫൗണ്ടിങ് ഫാദർ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ ഓപ്ഷൻ സി is a right answer. Garfinkel is a correct answer here for us. ഈ ഫൗണ്ടിങ് ഫാദേഴ്സ് സോഷ്യോളജിയിൽ ഒരുപാടുണ്ട്. അത് എല്ലാം ഒരു ലിസ്റ്റ് ആക്കി ഞാനത് നിങ്ങൾക്ക് തരാം. ആ ഒരു ലിസ്റ്റ് നമ്മൾ അത് കൂടെ അത് ഒന്ന് എടുത്തു വെച്ച് നോക്കുക എന്നുള്ളത്. അപ്പൊ എന്താണ് ഈ എത്നോ മെത്തഡോളജിയിൽ പഠിക്കുന്നത്? എത്നോ മെത്തഡോളജി സ്റ്റഡീസ് എവറിഡേ മെത്തേഡ്സ് പീപ്പിൾ യൂസ് ടു ക്രിയേറ്റ് സോഷ്യൽ ഓർഡർ. സോഷ്യൽ ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്ക് സമൂഹത്തിലെ ആ ഒരു സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ ഉപയോഗിക്കാറുള്ള ദൈനംദിന ടെക്നിക്സിനെ കുറിച്ചാണ്
അതാണ് ഈ എത്നോ മെത്തഡോളജി എന്ന് പറയുന്നത്. എത്നോ മെത്തഡോളജി. നമ്പർ 24. Which of the following capital is not a part of the theoretical perspective by Pierre Bourdieu? Okay, അപ്പോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാപിറ്റൽ, ഇവിടെ സോഷ്യൽ ക്യാപിറ്റൽ പറഞ്ഞിട്ടുണ്ട്, എക്കണോമിക് ക്യാപിറ്റൽ പറഞ്ഞിട്ടുണ്ട്, കൾച്ചറൽ ക്യാപിറ്റൽ പറഞ്ഞിട്ടുണ്ട്, പൊളിറ്റിക്കൽ ക്യാപിറ്റൽ. അപ്പൊ ഇതിൽ ഏത് ക്യാപിറ്റലാണ് വിച്ച് ഇസ് നോട്ട്? 24 ചോദ്യങ്ങളായപ്പോഴാണ് നമ്മൾ ഒരു നോട്ട് ക്വസ്റ്റ്യൻ ഇവിടെ കാണുന്നത്. ഇത് പ്രത്യേകം ഓർത്തു വെച്ചോളുക. ഈ നോട്ട് എന്നുള്ള വാക്ക് പലപ്പോഴും നമ്മൾ വായിക്കുന്ന വേളയിൽ നമ്മുടെ കണ്ണിന് അത് മിസ്സായി പോകാറുണ്ട്. ആ നോട്ട് മിസ്സായി പോയാലോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാപിറ്റൽ ഈസ് എ പാർട്ട് ഓഫ് ദ തിയറിറ്റിക്കൽ പെർസ്പെക്ടീവ് ബൈ പിയർ ബോർഡു എന്നുള്ള ആ ഒരു ചോദ്യത്തിലേക്കായിരിക്കും നമ്മൾ എത്തുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒന്നിലധികം ഇവിടെ അതിന്റെ ഉത്തരവായിട്ട് വരും. ഇവിടെ ഇപ്പം പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ആണ് അദ്ദേഹത്തിന്റെ തിയറിറ്റിക്കൽ പെർസ്പെക്ടീവിന്റെ ഭാഗം അല്ലാത്തത്. സോഷ്യൽ ക്യാപിറ്റൽ, എക്കണോമിക് ക്യാപിറ്റൽ ആൻഡ് കൾച്ചറൽ ക്യാപിറ്റൽ ഈസ് എ പാർട്ട് ഓഫ് ഹിസ് തിയറിറ്റിക്കൽ പെർസ്പെക്ടീവ്. ഓക്കെ, ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 25. അപ്പൊ ഇന്ന് ഈ ഒരു ലെസണിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന അവസാനത്തെ ക്വസ്റ്റ്യൻ ആണിത്. ദ കോൺസെപ്റ്റ് ഓഫ് അതർ ആൻഡ് ഓൾട്ടർ ഈഗോ ഇസ് അസോസിയേറ്റഡ് വിത്ത്. അപ്പൊ ഈ അതർ ആൻഡ് ഓൾട്ടർ ഈഗോ ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നു? ഇതൊക്കെ നമ്മൾ ലെസൺസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോ ഇത് ഫിനോമിനോളജി ആരുമായിട്ടല്ല എന്തുമായിട്ടെന്നുള്ളതാണ് ചോദ്യം. വിടാതെ ഫിനോമിനോളജിയുമായിട്ടാണോ, ഓറിയന്റലിസവുമായിട്ടാണോ, എത്നോ മെത്തഡോളജിയുമായിട്ടാണോ, അതോ ഫങ്ഷണലിസവുമായിട്ടാണോ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇറ്റ് ഇസ് ഓറിയന്റലിസം. അപ്പൊ അതർ ആൻഡ് ഓൾട്ടർ ഈഗോ എന്ന് പറയുന്നത് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഓറിയന്റലിസം. അപ്പോ ഇവിടെ ശരിക്കും എഡ്വേർഡ് സൈദിന്റെ ആ ഒരു നോഷനാണ് അതർ ആൻഡ് ഓൾട്ടർ ഈഗോ എന്ന് പറയുന്നത്. ഇത് ഓറിയന്റലിസത്തിന്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് ആണ്. കാരണം ഈ കോൺസെപ്റ്റ്സ് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണ്, എന്താ പറയേണ്ടത്, ആ ഒരു വെസ്റ്റേൺ കൺസ്ട്രക്ട്സും എന്താ പറയേണ്ടത് ഈസ്റ്റേണും എന്നുള്ള ആ ഒരു ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളത്. അതായത് ആ വെസ്റ്റിലെ ആൾക്കാരുണ്ടല്ലോ, അപ്പൊ വെസ്റ്റേൺ കൺട്രീസ് ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് ആ ഈസ്റ്റിനെ മറ്റുള്ളവ എന്ന രീതിയിൽ കണക്കാക്കുന്നത്? അതാണ് അതിന്റെ പിന്നിൽ ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പൊ ഫിനോമിനോളജിയും എത്നോ മെത്തഡോളജിയും നമുക്കറിയാം. അതിനകത്ത് എക്സ്പീരിയൻസ് ആണ് മെയിൻ ആയിട്ട് അതിൽ രണ്ടിലും വരിക. ഫങ്ഷണലിസം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഐഡിയ ആയിട്ട് ബന്ധം ഇല്ലാത്തതാണ് ഫങ്ഷണലിസം എന്നും നമ്മൾ കാണും. അപ്പൊ ആദ്യത്തെ 25 ചോദ്യങ്ങൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് 20 or 25 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓൾറെഡി നിങ്ങളെ ഒന്നും കൂടെ അറിയിക്കുകയാണ്, നമ്മൾ ഗോൾഡ് ബാച്ച് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് HSST സോഷ്യോളജിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്സിനും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടാകും. ഇതേ തരത്തിലുള്ള അല്ലെങ്കിൽ ഈ ഒരു ലെവലിലുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക് വൈസ് തിരിച്ച് നിങ്ങൾക്ക് തരും. അതോടൊപ്പം റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ ക്ലാസ്സസുമാണ് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോ നിങ്ങൾ ജോലി ഓൾറെഡി ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് അതാത് ദിവസം വൈകുന്നേരങ്ങളിലോ രാത്രിയോ അതിരാവിലെയോ ഒക്കെയോ ഇരുന്ന് ആ ഒരു ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആഴ്ചതോറും നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സിന്റെ ഒരു മോക്ക് ടെസ്റ്റ് എല്ലാ ശനിയാഴ്ചകളിലും കണ്ടക്ട് ചെയ്യും. നമ്മൾ ഈ പോർഷൻസ് മുഴുവനും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഒരു 12 മിനിമം മോഡൽ എക്സാംസ് എങ്കിലും ആ ഒരു എന്താ പറയണ്ടേ HSST മോഡലിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എൻ്റെ അടുത്ത് ആ ഒരു ഡൗട്ട് ഏത് സമയം വേണമെങ്കിലും ചോദിക്കാം എന്നുള്ളതാണ്. ആൻഡ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും. ആ ഒരു സമയത്താണ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് നമ്മൾ കൂടുതലായിട്ട് ലൈവായിട്ട് ചെയ്യാനായിട്ട് പോകും. ഓക്കെ, സോ ഇതാണ് ഗോൾഡ് ബാച്ചിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് ലഭിക്കുക. ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു എന്താ പറയേണ്ടത് ഒരു 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 വാട്സാപ്പ് സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്. ആ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷവും നിങ്ങൾക്ക് ഗോൾഡ് ബാച്ചിലേക്ക് പോകാം. അപ്പോൾ ഈ നമ്പറും ഈ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. Okay, so thank you very much for watching this lesson and you have an excellent day ahead. Wish you all the very best. Thank you.